programmable logic controllers. അല്ലെങ്കിൽ PLC ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വിൽ സീ ദ ഇൻട്രൊഡക്ഷൻ ടു ദ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ, ഹൗ ഇറ്റ് ഡെവലപ്ഡ്. ഓക്കെ, സോ in any manufacturing system, either any production or anything manufacturing system, this mainly consists of a machine and a control system. These are the main components. A machine, not a machine, a group of machines, anything. Machine should be there, and there is a controlling system to control the machine, how we can do the machine. So in any industries or any manufacturing system, these are the things. That is, there will be some machines and the system which can control the machine, of how we can manipulate or do the machining operations. There is a system, and this controlling system earlier it was done by humans. നമ്മൾ മനുഷ്യർ നേരിട്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, ഇതൊക്കെ എന്താണ് ബൈ ഹ്യൂമൻസ്, ബൈ ദെയർ ഓൺ ഹാൻഡ്, അല്ലെങ്കിൽ ദെയർ ഓൺ എഫേർട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, ആസ് ദ ടൈം പാസസ് ദർ ഇസ് എ മെക്കനൈസേഷൻ ഓർ ഓട്ടോമേഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മാക്സിമം എന്താണ് ഇതേപോലുള്ള ഓട്ടോമൈസേഷൻ അല്ലെ മെക്കാനിസംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുവഴി എന്താണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങി, അല്ലേ? അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എന്താണ് ഈ കൺട്രോളിങ് മെക്കാനിസം, മെഷീൻസ് ഇറ്റ്സെൽഫ് ഈസ് സിംപ്ലിഫൈയിങ് മെക്കാനിസം. അപ്പോൾ ഈ മെഷീനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും നമുക്ക് എന്താണ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, ഫുൾ ടൈം, അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ മാനുവൽ പവർ റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ഓർ കൺട്രോൾസ് ക്യാൻ ബി ഡൺ ബൈ സം മെക്കാനിസംസ്, അല്ലെങ്കിൽ ബൈ യൂസിങ് certain ഡിവൈസസ്. അങ്ങനത്തെ ഡിവൈസസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ വരുത്താൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഒരു കാര്യമാണ് റിലേസ്. റിലേ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ്, ആ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് യൂസിങ് ആൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് എങ്ങനെ ഒരു മെഷീനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ദിസ് റിലേ ഈസ് ബേസിക്കലി ആൻ സ്വിച്ച്. ഒരു സ്വിച്ചാണ് നമുക്ക് പറയാം. സ്വിച്ച് ഇല്ലേ, സാധാരണ നമ്മൾ കാണപ്പെടുന്ന സ്വിച്ച് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ചാണ്. ദിസ് മെയിൻലി ഡൂസ് ഓർ ഫങ്ഷൻസ് ആസ് ഇറ്റ് ഓപ്പൺസ് ഓർ ക്ലോസസ് ദ സർക്യൂട്ട്സ് ഇലക്ട്രോമെക്കാനിക്കലി ഓർ ഇലക്ട്രോണിക്കലി. രണ്ട് രീതിയിൽ, ഇലക്ട്രോമെക്കാനിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി. അതെന്താണെന്നുള്ളത് പറയാം. അതായത് ഇതിൻ്റെ റിലേസിൻ്റെ ബേസിക് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്യുന്നു. റിലേ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇതിൽ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേറൊരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നു. അതായത് ഇപ്പോൾ സപ്പോസ് ഇത് ക്ലോസ് ചെയ്തപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്താണ് ഇതിൻ്റെ സർക്യൂട്ട് ക്ലോസ് ആവുന്നു. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ എന്താണ് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷനിങ് നടക്കുന്നു. ഇനിയിപ്പോൾ ഇത് റിലേ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നു.
അപ്പോൾ എന്താണ്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, അപ്പോൾ ഈ ഫാൻ ഓഫ് ആവുന്നു. ഇനി നേരെ തിരിച്ച് വേണേൽ ചെയ്യാം. അതായത് ഇവിടെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുന്നു, എന്നിട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ എന്താണ്, ഇത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ എനിവേ റിലേ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ടിലുള്ള കുറച്ച് ഒരു സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു, അതിനെ വിത്ത് റെസ്പെക്റ്റുമായിട്ട്, അല്ലെങ്കിൽ അതുപയോഗിച്ച് വേറൊരു സർക്യൂട്ടിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ വേറെ സർക്യൂട്ട് ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യുന്നു. ബേസിക്കലി ഇതാണ് ചെയ്യുന്നത് റിലേ. അങ്ങനെ ചെയ്യുന്നു. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇലക്ട്രോ മെക്കാനിക്കലി ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ചെയ്യാം. ഇലക്ട്രോ മെക്കാനിക്കലി അല്ല ഇലക്ട്രോ മാഗ്നറ്റിക്കലി. ഇലക്ട്രോ മാഗ്നറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറയാം, ഓരോന്ന് പറയാം. അതായത് ഇപ്പോൾ സപ്പോസ് you have a device. This is the device under control. Device under control. Is under control, and you have the relay like this. That is here we are having a coil. ഇങ്ങനെ കോയിൽ ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട്, ദിസ് ഈസ് ദ ബാറ്ററി. സോ ഇവിടെ നോക്കാം. ഇപ്പം നമുക്കിവിടെ ഒരു ഇൻപുട്ട് ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കാത്തതുണ്ട്. ഇവിടെ ഒരു ഇതുപോലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇപ്പോൾ ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ എന്താണ്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, സർക്യൂട്ട് വിൽ ബി completed and the current passes through the device and the device will operate. Device may be a fan or motor or anything else or a bulb, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ച്വേറ്റിംഗ് ഡിവൈസ് എന്തോ ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് പാസ് ചെയ്യണം, അല്ലെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പം എന്താണ്, ഇപ്പം ഇത് ഓപ്പൺ ആണ്. സപ്പോസ് വി ആർ ഗിവിങ് ആൻ ഇൻപുട്ട്, അതായത് ഇവിടെ ഒരു ബാറ്ററിയോ എന്തെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യാണ്. കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ഇവിടെ എനർജി വിൽ അല്ലെങ്കിൽ കറണ്ട് വിൽ പാസ് ത്രൂ ദ കോയിൽ. ആസ് എ റിസൾട്ട് ദർ വിൽ ബി ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ദിസ് particular key towards this പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ അതിനെ എന്താണ് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇത് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ക്ലോസ് ആവുന്നു. സപ്പോസ് കൺസിഡർ ദിസ് സിനാരിയോ, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, whenever we are giving the input, then this automatically closes. So as a result, the energy will pass and the device will start working. So what happens is, whenever we are giving the input, then the device starts working, and whenever we switch off the input, then the device will stop working. This is the one type of relay, that is electromagnetic relay. Electromagnetic relay, EMRs. This is the first case, that is electromechanically. Next, electronically. Electronically means by using semiconductors, that is static relay or solid state relay. Solid state relay or static relay. Static relay. Static relays എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, it is having an
LED, ഒരു LED ഉണ്ടാവും. ആ LED ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു LED, let this be an LED. This is an LED. This is a photosensitive device. Photosensitive device. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ലൈറ്റ് എനർജി, when the light energy emits on it or is incident on it, then it will start conducting. അതാണ് ഒരു ഫോട്ടോസെൻസിറ്റീവ് ഡിവൈസിൻ്റെ പ്രത്യേകത. ലൈക്ക് ട്രയാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം. This is ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ജസ്റ്റ് okay. This is the LED and this is the track. Track means മൂന്ന് കാലുള്ളൊരു സാധനമാണ്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ മൂന്ന് കാലൊക്കെ ഉള്ളൊരു സാധനമാണ്. അതിപ്പോൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, എന്താ ആയിക്കോട്ടെ. ദിസ് ഈസ് വേറെ ഒന്നുമില്ല, ദിസ് ഇസ് എ ഫോട്ടോസെൻസിറ്റീവ് ഡിവൈസ് സച്ച് ദാറ്റ് when the light is incident on it, then it will start conducting the current. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ for a solid state relay like this, here you are having a LED, and what happens is when the key is closed, the circuit will be completed, and as a result the LED will emit the light energy. And when this light energy reaches this portion or the track or the photosensitive material, then it will starts conducting. Before that this is not conducting, so the circuit is not complete. So after the emission of the light from the LED source, this will become conducting, and as a result this circuit will be completed and current will passes through this. This is the power source. So then there will be the passage of the current by using this. Now relays can be many type. That is, main among them is the normally open and normally closed. Two classification: normally open and normally closed. Normally open and normally closed. So by the name itself we can get an idea. That is, normally open means it is normally open. That is, the circuit will be open if there is no input. നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും, ആ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താണ്, ഇത് ഓപ്പൺ ആയിരിക്കും അല്ലേ.
നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ഇത് ക്ലോസ്ഡ് ആവുക. സോ ദിസ് ഈസ് എ നോർമലി ഓപ്പൺ കേസ്. ഇനി അടുത്തത് നോർമലി നോർമലി ക്ലോസ്ഡ് കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതേ ഒരു കേസ് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. അതായത് സപ്പോസ് ദിസ് ഇസ് ലൈക്ക് ദിസ്, the switch is like this, the solenoid on. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്, വെറുതെ ഇരിക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ്. സപ്പോസ് വി ആർ ഗിവിങ് ദ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഇതിൻ്റെ അടുത്തേക്ക് വരുന്നു, അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് മാറും. അപ്പോൾ ഇതിനെയാണ് നോർമലി ക്ലോസ്ഡ് എന്ന് പറയാം. അപ്പം നോർമൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എനർജൈസ്ഡ്, ദെൻ ഇറ്റ് വിൽ ബി in the closed position, and when the input is given, then it becomes open. ഇതിനാണ് നമ്മൾ നോർമലി ക്ലോസ്ഡ് ആൻഡ് നോർമലി ഓപ്പൺ എന്ന് പറയും. These are the two types. Now next topic is timer. ചെറിയ ചെറിയ കൺസെപ്റ്റ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ടൈമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്തായിരിക്കും ടൈമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. ടൈമർ അസോസിയേറ്റ് ചെയ്ത് ടൈമർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിന് ഇന്ന ടൈമിൽ നടത്തണം. ഇത്ര 2 seconds, after 2 seconds this has to be done, or the motor has to be rotated, and the motor should remain as such for this much seconds, then it should rotate in another manner or in another direction for this much seconds. Like that we can set the time for each process using. So some components associated with the timers are, first one is a clock, then accumulator, then register, and then contact. ഓക്കെ, അപ്പം ബേസിക്കലി എന്താണ് ടൈമർ എന്ന് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല, എന്താണ് ടൈമിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അതിൻ്റെ കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ അക്യുമുലേറ്റർ, അതേപോലെ എന്താ പറയുക രജിസ്റ്റേഴ്സ്. ഇതിനകത്താണ് ഒരു ക്ലോക്ക് ടൈമിങ്. ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ ടൈം നമ്മൾ മെഷർ ചെയ്യുന്നു, എത്ര തവണ ചെയ്തു, കൗണ്ടർ മെഷർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലോക്ക്, അക്യുമുലേറ്റർ. ദെൻ ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് ഇൻ സം പോയിന്റ്, അതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ടൈമേഴ്സ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, ഞാൻ മെറ്റീരിയൽസ് ഇടുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദർ ആർ ടൈപ്സ് ഓഫ് ടൈമേഴ്സ്, പല ടൈപ്പ് ടൈമേഴ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് ഓൺ ഡിലേ ടൈമേഴ്സ്, ഓഫ് ഡിലേ ടൈമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ കാര്യങ്ങളാണ്. ഡിലേ റിലേസ്, ടൈം ഡിലേ റിലേസ് എന്ന് പറയും. ടൈം ഡിലേ റിലേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കൊരു ഡിലേ കൊടുക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, നമ്മൾ പറയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്, രണ്ട് കേസ് നോക്കാം. ദിസ് ഇസ് ദ ഔട്ട്പുട്ട്, ദിസ് ഇസ് ദ ഇൻപുട്ട്. നമ്മൾ ഒരു ടൈം, ഏതോ ഒരു ടൈം, ഈ പറഞ്ഞൊരു ടൈം, കറസ്പോണ്ടിങ് ടൈം ഇവിടെ
ഈ ടൈമിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തെന്ന് കരുതുക. അതിങ്ങനെ പോയി 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 ഒരു ടൈം T2 വരെ നമ്മൾ കൊടുത്തു. ദിസ് ഇസ് ടൈം T1, T2, T1, T2. ഇത്രയും സമയത്തൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് T1 തുടങ്ങി, T1 എന്ന് പറഞ്ഞ ടൈമിൽ തന്നെ ഔട്ട്പുട്ടും നമുക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, ഔട്ട്പുട്ട് ക്രിയേറ്റ് ആയി, ഒരു ഔട്ട്പുട്ട്, പർട്ടിക്കുലർ ഔട്ട്പുട്ട് എന്തോ ആയിക്കോട്ടെ, അതിങ്ങനെ വന്ന്. എന്നാൽ T1, T2 എത്തിയപ്പോൾ എന്താണ്, ഇൻപുട്ട് നമ്മൾ ക്ലോസ് ചെയ്തു, അല്ലെ ഇൻപുട്ട് നമ്മൾ നിർത്തി. കിട്ടും ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്സ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇത് പോയി. ഒരു ഡിലേ, അതായത് ഓഫ് കഴിഞ്ഞിട്ടും ഒരു ഡിലേ, ഇതിനെയാണ് നമ്മൾ ഓഫ് ഡിലേ എന്ന് പറയും. ഓഫ് ഡിലേ ടൈമേഴ്സ് എന്ന് പറയും. ഓഫ് ഡിലേ ടൈമേഴ്സ് എന്ന് പറയും. ഇനി സപ്പോസ് ഇതിന് പകരം T1, T2. നമ്മൾ T1 ഇവിടെ തുടങ്ങി, പക്ഷെ ആ തുടങ്ങിയ പാടെ ഔട്ട്പുട്ട് ഉണ്ടായില്ല. കുറച്ച് ഡിലേക്ക് ശേഷമാണ് ഔട്ട്പുട്ട് തുടങ്ങിയത്. ഔട്ട്പുട്ട് ഇങ്ങനെ പോയി, പക്ഷെ എപ്പോൾ ഓഫ് ചെയ്തോ അപ്പം തന്നെ ഓഫായി. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ എനിവേ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഡിലേ വന്നു, അതിനെയാണ് നമ്മൾ ഓൺ ഡിലേ എന്ന് പറയുന്നത്. ഓൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിലേ അത്രേ ഉള്ളൂ, ഓൺ ഡിലേ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ടൈമേഴ്സ് വരുന്നത്. നെക്സ്റ്റ് കൗണ്ടേഴ്സ് നമ്മൾ പറഞ്ഞു. കൗണ്ടേഴ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നു ഓരോ ടൈപ്പിന് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺവെയർ ബെൽറ്റ് അറിയാലോ. കൺവെയർ ബെൽറ്റ് നമ്മൾ ഇങ്ങനെ രണ്ട് റോളേഴ്സിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൺവെയർ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ. അപ്പം ഇതൊരു പൊസിഷൻ, ഇപ്പം ഇങ്ങനെ മെറ്റീരിയലൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. ഈ ഒരു പൊസിഷൻ ഇതെന്താണ്, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്തു, രണ്ട് വട്ടം റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടാവും, അത് നമുക്ക് സെൻസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എണ്ണും, 1, 2, 3, 4. ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൗണ്ടേഴ്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസിനകത്ത് വരും. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. സോ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ റിലേസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇതൊന്നും അല്ലാണ്ട് നമുക്ക് യൂസിങ് സം പ്രോഗ്രാംസ്, നമ്മൾ C പ്രോഗ്രാമിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ മെക്കനൈസ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു ഫങ്ഷനിങ്, ഇപ്പോൾ റോബോട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇതിനെയൊക്കെ എങ്ങനെ ഒരു കൺട്രോളറിലേക്ക് എങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അതാണ് ഈ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. സോ ദിസ് ഈസ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ബേസിക്കലി ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ ഓട്ടോമേഷൻ ഓഫ് വേരിയസ് ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ്. അതായത് ഇലക്ട്രിസിറ്റിയും മെക്കാനിക്കലും കൂടെ ഉള്ള പ്രോസസ്സ്, അതിനെയൊക്കെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, ബേസിക്കലി മെയിൻലി ഇൻ ഇൻഡസ്ട്രീസ്. അതിനെയാണ് നമ്മൾ എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. സോ ആസ് എ ഡെഫിനിഷൻ വി ക്യാൻ സി the definition. Programmable logic controllers defined as the digital electronic device that uses a programmable memory to store instructions and to
instructions and to implement functions such as logic, sequencing, timing, counting, and arithmetic words to control machines and process. So this is the basic definition of a PLC. So this is the digital electronic device that uses a programmable memory. So it is a digital electronic device and it uses a programmable memory. So it has got a memory which is programmable. So we can incorporate various programs into that memory in order to store the instructions and to implement the functions. So we are giving the instructions in terms of a program, and using this program you can perform the functions like logics, sequencing, timing, counting, etc. That is logic. There can be if it is coming, then, if else, do while, like that. Using certain logics, you can sequence or time given. You can give the sequence or the timing can be given or counting can be done using the arithmetic operations. Everything you can give. This full system is termed as the PLC. So this is what about the PLC, and the main components of a PLC are first one CPU, then memory, third one input section, and the output section, power supply, then programming device. So these are the main components of a PLC system. First one is the CPU. CPU which will perform the functions like logic operation, arithmetic operation, etc. etc. ഈ പറഞ്ഞ നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ CPU കേസ് തന്നെ അല്ലേ, എന്താണ് central processing unit where the logic operations or arithmetic operations etc. are performed. Next is the memory. Memory space where it can load the programs. Okay, program store ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള fixed data can be used by the CPU. അപ്പോൾ ഈ memory, then input section, output section, അതുപോലെ പവർ സപ്ലൈ എവിടെയൊക്കെയാണ് പവർ സപ്ലൈ വരുന്നത്, then പ്രോഗ്രാമിംഗ് ഡിവൈസ്, ഏത് ഡിവൈസിലേക്കാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് അതിനെ പ്രോഗ്രാമിംഗ് ഡിവൈസ്. ഇതൊക്കെയാണ് മെയിൻ കോമ്പണൻസ് ഓഫ് എ PLC സിസ്റ്റം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, മെറ്റീരിയൽ ഞാൻ തരും, അപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും, സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. അപ്പോൾ ആ പ്രോബ്ലംസ് അസൈൻമെൻ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, so I think this time